ഓക്കെ അല്ലേ? ഏറ്റവും കാരുണ്യമനസ്കരായ കാസർഗോഡ് മണ്ണിലെ പ്രിയപ്പെട്ട കൂടപ്പുറപ്പുകളെ, ഞാൻ പറയുന്ന ഈ സങ്കട വാക്കുകൾ ഒന്ന് നിങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ. കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി സ്വദേശിയായ ഫരീദ എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരി, 27 വയസ്സ് മാത്രം പ്രായമുള്ള 2 കുഞ്ഞു മക്കളുടെ ഉമ്മയായ പ്രിയപ്പെട്ട സഹോദരി PNH എന്ന് പറയുന്ന വളരെ അത്യപൂർവമായ മാരകമായ ക്യാൻസർ രോഗം പിടിപെട്ട് അതീവ ഗുരുതരാവസ്ഥയിൽ തലശ്ശേരി മലബാർ ക്യാൻസർ സെന്റർ ഹോസ്പിറ്റലിൽ ചികിത്സയിൽ കഴിയുകയാണ്. ആ പ്രിയപ്പെട്ട സഹോദരിയുടെ ജീവൻ നിലനിർത്തണമെങ്കിൽ മലബാർ ക്യാൻസർ സെന്റർ ഹോസ്പിറ്റലിൽ നിന്നുള്ള ഡോക്ടർമാർ നൽകിയ എസ്റ്റിമേറ്റ് തുക 1,62,00,000 രൂപയാണ്. ആ തുക നമ്മൾ സമാഹരിച്ചാൽ മാത്രമേ ആ പ്രിയപ്പെട്ട സഹോദരിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. ആ പ്രിയപ്പെട്ട സഹോദരിയുടെ വളരെ സങ്കടകരമായ അതീവ ഗുരുതരാവസ്ഥയിലുള്ള ഒരു ചാരിറ്റി വീഡിയോ ചെയ്ത് ലോകമെമ്പാടുമുള്ള മലയാളി സൗഹൃദങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചപ്പോൾ നിർഭാഗ്യവശാൽ അക്കൗണ്ടുകൾ ബ്ലോക്കായി ആവശ്യത്തിന് തുക ലഭിക്കാത്തൊരു സാഹചര്യം വന്നപ്പോഴാണ് അവസാന പ്രതീക്ഷ എന്നുള്ള നിലയിൽ ആ കൊച്ചു സഹോദരിയുടെ ജീവൻ രക്ഷിക്കാൻ ഒരു ജീവകാരുണ്യ പ്രവർത്തന യാത്ര കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരത്ത് വെച്ച് തുടക്കം കുറിച്ചിട്ടുണ്ടായിരുന്നത്. ആ യാത്ര ഇപ്പോൾ കാസർഗോഡിന്റെ മണ്ണിലെത്തിയപ്പോൾ കാസർഗോഡുള്ള ഓരോ പ്രിയപ്പെട്ട കൂടപ്പുറപ്പുകളോടും എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നിങ്ങളെല്ലാവരും ഒന്ന് സഹായിക്കണം, നിങ്ങളെല്ലാവരും ഒന്ന് സഹകരിക്കണം. നിങ്ങളെല്ലാവരും ഒന്ന് സഹായിച്ചാൽ, നിങ്ങളെല്ലാവരും ഒന്ന് സഹകരിച്ചാൽ കൊച്ചു സഹോദരിയായ 27 വയസ്സ് മാത്രം പ്രായമുള്ള, ഇനിയും ജീവിക്കാൻ ഒരുപാട് ആഗ്രഹമുള്ള തന്റെ മക്കളെ തനിച്ചാക്കി ഞാൻ മരണപ്പെട്ടാൽ എന്റെ കണ്ണ് പോലും അടയില്ല എന്ന് ലോക മലയാളികളുടെ മുന്നിൽ വളരെ സങ്കടത്തോടുകൂടി വന്നു പറഞ്ഞ ആ പ്രിയപ്പെട്ട സഹോദരിയെ ജീവൻ രക്ഷിക്കാൻ നമുക്ക് സാധിക്കും. പ്രിയപ്പെട്ടവരെ, എന്റെ വാക്കുകൾ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം ഈ വീഡിയോ നിങ്ങളുടെ അടുത്തേക്ക് എത്തിയാൽ ആ വീഡിയോ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്ത് പരമാവധി സഹായം ലഭിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടാക്കണം. നമ്മൾ ഓരോ നാടിൽ കൂടി കടന്നു പോകുമ്പോഴും ഓരോ ആളുകളും ഓരോ സംഘടനകളും ഓരോ കൂട്ടായ്മകളും നമുക്ക് വലിയ രീതിയിലുള്ള സ്വീകാര്യതയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ യാത്രയിൽ വലിയ രീതിയിലുള്ള സപ്പോർട്ടുകളാണ് നൽകി മുന്നോട്ട് പോകുന്നത്. അതുപോലെ ഈ കാസർഗോഡിന്റെ മണ്ണിലെത്തിയപ്പോൾ മാ സംഘടന നമുക്ക് വേണ്ടുന്ന എല്ലാവിധ സപ്പോർട്ടും സഹായം സഹകരണങ്ങളും നൽകി നമ്മോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നതിൽ മുന്നോട്ട് നിൽക്കാൻ ഇവരിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഒരുപാട് കാരുണ്യ മനസ്കരായ, ഒരുപാട് നന്മയെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട കൂടപ്പുറപ്പുകളുള്ള വലിയ സംഘടനയാണ് മാ സംഘടന. ആ സംഘടനയുടെ വലിയ രീതിയിലുള്ള സപ്പോർട്ട് നമുക്ക് ഈ യാത്രയിൽ ഉണ്ടാകുമെന്ന് അവർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. അവരിവിടെ എത്തിയിട്ടുണ്ട്. അവരുടെ എല്ലാവരുടെയും പ്രയത്നങ്ങളും സഹായങ്ങളും സഹകരണങ്ങളും പഠിച്ചവരെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഒരുമിച്ച് കൈകോർത്താൽ നമുക്ക് എത്രയും പെട്ടെന്ന് ആ പ്രിയപ്പെട്ട സഹോദരിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ എത്തിയ മാ സംഘടനയുള്ള ഓരോ ഭാരവാഹികളോടും ഞാൻ ഈ സമയം നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇവരുടെ ഒക്കെ പ്രയത്നങ്ങളും പരിശ്രമങ്ങളും പടച്ചോൻ സ്വീകരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി മാ സംഘടനയുടെ ഭാരവാഹികൾക്ക് 2 വാക്ക് സംസാരിക്കാൻ ഞാൻ മൈക്ക് കൈമാറുന്നു. സഹായിക്കുന്നവർക്കും സഹകരിക്കുന്നവർക്കും പടച്ചോൻ അർഹമായ പ്രതിഫലം നൽകാൻ അനുഗ്രഹിക്കുന്ന പ്രാർത്ഥനയോടുകൂടി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഈ വലിയൊരു ദൗത്യവുമായി നമ്മുടെ പ്രിയപ്പെട്ടവർ നിങ്ങളുടെ മുമ്പിലേക്ക് വ്യക്തമായി വരുമ്പോൾ നിങ്ങളൊരു കാരണവശാലും തട്ടിക്കളയരുത്. ഇത്തരം ഒരുപാട് സഹായങ്ങൾ, ഒരുപാട് 10 രൂപയാണെങ്കിലും 20 രൂപയാണെങ്കിലും നിങ്ങൾ കഴിയുന്ന സഹായം ആ ബക്കറ്റിലേക്ക് ഇടുകയാണെങ്കിൽ അതൊരു ജീവൻ രക്ഷിക്കാനുള്ള ഒരു ബോധത്തോടുകൂടി നിങ്ങൾ മനസ്സറിഞ്ഞ് നൽകുക. തീർച്ചയായിട്ടും ഇത് കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് എല്ലാവരുടെയും എത്താൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ആദ്യം തന്നെ നമ്മുടെ ഈ യാത്ര ചെയ്യുന്ന അദ്ദേഹത്തിന്റെ കൂടെയുള്ള എല്ലാവർക്കും മലബാർ ആർട്ട് അസോസിയേഷൻ കാസർഗോഡിന്റെ എല്ലാവിധ അഭിവാദ്യങ്ങളും ഒരിക്കൽ കൂടി പറയുകയാണ്, തട്ടിക്കളയരുത്. നിങ്ങൾക്ക് മുമ്പിൽ എത്തുന്ന മക്കളിൽ നിങ്ങളെ കയ്യിലുള്ള ചെറുമണി എന്തായാലും അത് ഇട്ടുകൊണ്ട് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് മലബാർ ആർട്ട് അസോസിയേഷന്റെ പ്രിയപ്പെട്ട ഖജാൻജി അഷ്റഫ്
അനുഭവങ്ങളുണ്ട്. വളരെ വിഷമകരമായ ഒരു അവസ്ഥയിലൂടെയാണ് ഫരീദ 27 വയസ്സ് മാത്രമായ 2 കുട്ടികളുടെ മാതാവായ സ്ത്രീ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഒരു PNH എന്നൊരു രോഗം വ്യാപിച്ച് ആ സഹോദരിക്ക് ജീവിതത്തിൽ തിരിച്ചു വരാൻ വേണ്ടി 1,62,00,000 രൂപയുടെ ആവശ്യമാണ് ആയിരിക്കുന്നത്. അതിനുവേണ്ടി നമ്മുടെ പ്രിയങ്കരനായ അമർഷാന്റെ നേതൃത്വത്തിൽ ഒരുപാട് വഴികളൊക്കെ നോക്കിയെങ്കിലും പക്ഷെ അതിലൊന്നും ഫലം കണ്ടില്ല എന്നുള്ളത് അവര് അവസാന ഭയപ്പെടുന്നോളം ഇങ്ങനെ ഒരു ദൗത്യത്തിലേക്ക് വന്നത്. എന്തായാലും വളരെ അഭിനന്ദനകരമായ ഒരു സമയമാണ്. അദ്ദേഹത്തിനോട് എന്റെ കൂട്ടാളികൾ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എന്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. അതുപോലെ ഞാൻ നിങ്ങളോട് പറയാൻ കാരണം നമ്മൾ ഇത് കാണാതെ പോകും ഒരിക്കലും. കാരണം ഇത്രയും ഒരു ദയനീയാവസ്ഥയിലുള്ള ആ ഒരു സഹോദരനെ രക്ഷിക്കുക എന്നത് നമ്മുടെ കൂടി പ്രവൃത്തിയാണ്, നമ്മുടെ കൂടി ഒരു ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് എല്ലാവരും ഈ ബക്കറ്റുമായി വരുന്ന ആളുകൾ നിങ്ങളുടെ കഴിവിന്റെ പരമാവധി ഒരു കോൺട്രിബ്യൂഷൻ കൊടുത്തുകൊണ്ട് നിങ്ങൾ അതിലേക്ക് സഹകരിക്കുക. അതുപോലെ അദ്ദേഹം പറഞ്ഞതുപോലെ ഇതിന്റെ വീഡിയോ വരുമ്പോൾ മാക്സിമം ആളുകളിലേക്ക് അത് എത്തിച്ച് നിങ്ങൾ എങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഇതിൽ സഹകരിക്കാൻ പറ്റുമോ, എങ്ങനെയൊക്കെ നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുമോ അതുപോലെയൊക്കെ സഹായിച്ച് ഇതിന് നിങ്ങളുടെ റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കുക. അദ്ദേഹത്തിനും അതുപോലെ ഇവരുടെയും നമ്മുടെ എല്ലാവരുടെയും ഈ പ്രയത്നം ദൈവം സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതുപോലെ ഒന്നുകൂടി ആശംസകൾ അറിയിച്ചുകൊണ്ട് നേരത്തെ അവാസായുടെ നേതൃത്വത്തിൽ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്ന ഫരീദയുടെ ജീവൻ രക്ഷിക്കാനുള്ള ഒരു പ്രധാന യാത്രയാണ്. ആ യാത്രയുടെ ഉദ്ദേശം തന്നെ അവരുടെ ജീവൻ രക്ഷിക്കാനുള്ള പണം കണ്ടെത്തുവാനുള്ള ഒരു പരിശ്രമത്തിന്റെ ഭാഗമാണ്. നമ്മുടെ നാട്ടിൽ അനേകം രോഗികൾ ഇതുപോലെ കഷ്ടപ്പെടുന്നുണ്ട്. അവർക്ക് വേണ്ടി അമിത്ഷാ ഫൗണ്ടേഷൻ ഇങ്ങനെയുള്ള ഒരു രീതി സ്വീകരിച്ചത് വളരെ അഭിനന്ദനാർഹമാണ്. ഈ സംരംഭവുമായി ഇവിടുത്തെ ഈ കാസർഗോഡ് പട്ടണത്തിലെയും അടുത്ത പ്രദേശങ്ങളിലെയും മുഴുവൻ ജനങ്ങളും സഹകരിക്കണമെന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ട് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അതിൻ്റെതായ പ്രതിഫലം അല്ലാഹുവിന്റെ അടുത്ത് നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപയോഗിക്കുന്നു. നിങ്ങൾ കയ്യിലുള്ള പലതവണ പെരുവെള്ളം, അതായത് നമ്മൾ ചിന്തിക്കുന്ന പോലെ പത്രം കൊടുക്കുന്നില്ല, അങ്ങനെ അതിന് കയ്യിൽ എന്തായാലും മനസ്സറിഞ്ഞു കൊടുത്തു നാളത്തേക്ക് ഉപകാരപ്പെട്ടു ഉറപ്പാണ്. അതായത് വലിയൊരു പ്രവൃത്തിയാണ്. ഒരു അസുഖത്തിന്റെ കാര്യമാണ്, ഒരു 21 വയസ്സായ പങ്കുള്ള കാര്യമാണ്.
എല്ലാവരും സഹകരിക്കുക. നിങ്ങൾ ആ മുമ്പിൽ വരുന്ന മക്കൾ തട്ടിക്കളയരുത്. എത്ര ചെറിയ എമൗണ്ടാണെങ്കിലും അത് നിങ്ങൾ ആ വളർച്ചയിലേക്ക് കൊണ്ട് സഹകരിക്കുക. നമ്മളെല്ലാവരും ആ ദൗത്യത്തിന്റെ പിന്നിൽ ഏർപ്പെടുന്ന ഒരു സത്യമുണ്ട്. ആ സത്യത്തിന്റെ വിജയം നമ്മൾ ലാസ്റ്റ് ഒരു കോടി നമ്മുടെ തലശ്ശേരി കേന്ദ്രങ്ങളിലേക്ക് എത്തി ആ അസുഖത്തിന്റെ കാര്യങ്ങളിലേക്ക് നമ്മുടെ ഈ ഓരോ 10 20 എത്രയാണെങ്കിലും നിങ്ങൾ ഇട്ടുകൊണ്ട് സഹകരിച്ച് നമ്മൾ വളരെ വരുമ്പോൾ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക.